നമസ്കാരം. ഒരു കാലത്ത് ഇന്ത്യയെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച സംസ്ഥാനമായിരുന്നു ബംഗാൾ. കൽക്കത്ത ഒരു നഗരം മാത്രമായിരുന്നില്ല, ഒരു ആശയമായിരുന്നു. ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്ന, സംസ്കാരത്തിന്റെ ഹൃദയമായിരുന്ന, ലോകത്തെ സ്വാധീനിച്ച ചിന്തകളുടെ ജന്മസ്ഥലമായിരുന്നു അത്. പക്ഷേ ഇന്ന് ബംഗാളും കൽക്കത്തയും ഒരു ചോദ്യമുയർത്തുകയാണ്. എന്താണ് ഇവയ്ക്ക് സംഭവിച്ചത്? കൽക്കത്ത എന്ന കൊൽക്കത്തയ്ക്ക് എവിടെയാണ് പിഴച്ചത്? ആരാണ് ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദി? ഇത് വെറും ബംഗാളിന്റെ കഥയല്ല, ഒരു മഹത്വം എങ്ങനെ തകർന്നു വീണു എന്നതിന്റെ കഥയാണ്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഒരു അഭ്യർത്ഥന. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക. ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്തുക. നിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഞങ്ങളുടെ പിൻബലം. ഒരു കാലത്ത് ഇന്ത്യയുടെ ആത്മാവും ചിന്തയും സംസ്കാരവും ഒരു സ്ഥലത്ത് ചേർന്നിരുന്നുവെങ്കിൽ അതിന്റെ പേരായിരുന്നു ബംഗാൾ. കലയും സാഹിത്യവും സംഗീതവും ചിന്തയുമായി ഒരു നവോത്ഥാനത്തിന്റെ തീ പടർന്നിരുന്ന ഭൂമി. അത് ഒരു സംസ്ഥാനം മാത്രമായിരുന്നില്ല, ഒരു ബുദ്ധിപരമായ വിപ്ലവമായിരുന്നു. ഇന്ന് നമ്മൾ കൊൽക്കത്ത എന്ന് വിളിക്കുന്ന നഗരം ഒരിക്കൽ കൽക്കത്ത എന്ന പേരിൽ ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു. അതെ, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാൻ തെരഞ്ഞെടുത്ത ഹൃദയഭൂമി അത് കൽക്കത്തയായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അതിന് കാരണമെന്നറിയാമോ? അത് വെറും ഒരു നഗരം മാത്രമായിരുന്നില്ല, ഒരു ആശയത്തിന്റെ കേന്ദ്രമായിരുന്നു. ഇവിടെ നിന്നാണ് രവീന്ദ്രനാഥ ടാഗോർ പോലെയുള്ള മഹാന്മാർ ലോകത്തെ മാറ്റിയ ചിന്തകൾ ജനിപ്പിച്ചത്. ഇവിടെ നിന്നാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള ശബ്ദമുയർന്നത്. പക്ഷേ ഇന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു ചോദ്യമുണ്ട്. ആ ബംഗാളിന് ഇന്ന് എന്താണ് സംഭവിച്ചത്? ആ മഹത്വം എവിടെ പോയി? എവിടെയാണ് ആ ഊർജദായിനിയായ മണ്ണിന് പിഴവ് പറ്റിയത്? സ്വാതന്ത്ര്യത്തിന് മുൻപ് ബംഗാൾ ഇന്ത്യയുടെ ഏറ്റവും വികസിത പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷേ 1947 നടന്ന ഇന്ത്യ വിഭജനം ഒരു വലിയ മുറിവാണ് ഉണ്ടാക്കിയത്. ബംഗാൾ രണ്ടായി പിളർന്നു. ഒരു ഭാഗം ഇന്ത്യയിലും മറുഭാഗം പാകിസ്ഥാനിലും. പാകിസ്ഥാനിലെ ഭാഗം പിന്നീട് ബംഗ്ലാദേശായി രൂപാന്തരം പ്രാപിച്ചു. ബംഗാൾ വിഭജനം ജനസംഖ്യയിലും സമ്പദ് വ്യവസ്ഥയിലും സാമൂഹ്യ വ്യവസ്ഥയിലും ഗൗരവമായ ആഘാതങ്ങളാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം ഇവിടെ ആരംഭിച്ചത് ഒരു നീണ്ട രാഷ്ട്രീയ പരീക്ഷണങ്ങളായിരുന്നു. കമ്മ്യൂണിസം ബംഗാളിൽ ശക്തമായി വളർന്നു. CPMന്റെ നേതൃത്വത്തിൽ ഏകദേശം 30 വർഷത്തോളം നീണ്ട ചുവപ്പൻ ഭരണകാലം പരിവർത്തനങ്ങളുടേതായിരുന്നു. ഭൂപരിഷ്കാരങ്ങൾ, തൊഴിലാളി അവകാശങ്ങൾ എന്നിവയെല്ലാം ജനങ്ങൾക്ക് ആദ്യം പ്രതീക്ഷ നൽകുന്നതായിരുന്നു. പക്ഷേ മെല്ലെ മെല്ലെ സ്ഥിതിഗതികൾ മാറി. വ്യവസായങ്ങൾ ബംഗാളിനോട് വിട പറയാൻ തുടങ്ങി. തൊഴിലവസരങ്ങൾ അപ്രത്യക്ഷമായി. നിക്ഷേപങ്ങൾ കുറഞ്ഞു. അങ്ങനെ ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനമായിരുന്ന ബംഗാൾ വളർച്ചയുടെ മന്ദഗതിയിലേക്ക് വഴുതി വീണു. ഇതിനു പുറമെ രാഷ്ട്രീയ സംഘർഷങ്ങൾ, ഹർത്താലുകൾ, ട്രേഡ് യൂണിയൻ അതിപ്രസരം ഇവയെല്ലാം ചേർന്നപ്പോൾ വികസനം ബംഗാളിനെ പിന്നിലാക്കി. ഒടുവിൽ സമ്പദ് സമൃദ്ധിയുടെ ബംഗാൾ വളർച്ച മുരടിച്ച പാഴ്മണ്ണായി മാറി. ഇന്ന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഒരു കാലഘട്ടം ഭരണം കൈയാളുമ്പോഴും വിമർശനങ്ങളും ചോദ്യങ്ങളും തുടരുകയാണ്. നിക്ഷേപങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല? യുവാക്കൾ എന്തുകൊണ്ട് ബംഗാളിൽ നിന്നും പുറത്തുപോയി ജോലി അന്വേഷിക്കുന്നു? ഒരിക്കൽ മുന്നിലുണ്ടായിരുന്ന സംസ്ഥാനം ഇന്ന് പിന്നിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഒരു വ്യക്തിയുടെ പിഴവാണോ? അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ആശയത്തിന്റെ മാത്രം ഉത്തരവാദിത്വമാണോ? അതോ ഇന്ത്യയുടെ നാശം സ്വപ്നം കണ്ടവരുടെ സൃഷ്ടിയാണോ? ചോദ്യങ്ങൾ തുടരുകയാണ്. ഉത്തരങ്ങൾക്കായി ഒരു ജനത കാത്തിരിക്കുകയാണ്. വീണ്ടും വികസനത്തിന്റെ വിഹായസിലേക്ക് വങ്കനാടിനെ വരവേൽക്കാൻ ഒരു പുതിയ സൂര്യൻ ഉദയം കൊള്ളുമോ? സത്യത്തിൽ ചരിത്രം, രാഷ്ട്രീയ തീരുമാനങ്ങൾ, സാമ്പത്തിക ദിശ, സാമൂഹിക മനോഭാവം ഇവയെല്ലാം ചേർന്നാണ് ഒരു പ്രദേശത്തിന്റെ ഭാവി നിർണയിക്കപ്പെടുന്നത്. ഇക്കാര്യങ്ങൾ ചേർത്ത് വായിച്ചാൽ ബംഗാളിന്റെ കഥ ഒരു മുന്നറിയിപ്പാണ്. മഹത്വം നേടുന്നത് പ്രയാസകരമാണ്, പക്ഷേ അത് നഷ്ടപ്പെടുന്നത് വളരെ എളുപ്പവും. ഇന്ന് ബംഗാൾ നമ്മോട് ചോദിക്കുകയാണ്, നമ്മൾ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് എന്താണ് പഠിച്ചത്? കാരണം ഒരു കാലത്ത് ഇന്ത്യയുടെ ഹൃദയമായിരുന്ന ബംഗാൾ ഇനി വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമോ എന്നത് ഭാവിയിലേക്കുള്ള ഒരു ചോദ്യമാണ്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ശക്തമായ സംസ്കാരവും വലിയ ബുദ്ധിയും മാത്രം മതിയാകില്ല, ശരിയായ ദിശയും അതിനൊപ്പം വേണം. ബംഗാളിന് ആ ദിശാബോധം നൽകാൻ ആർക്കായിരിക്കും കഴിയുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.